Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം, നാലാം സമ്മാനം, അഞ്ചാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്ന് ഹിന്ദി എക്സാം ആയിരുന്നു. ഹിന്ദി എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ആൻസേഴ്സ് ഒക്കെ നോക്കണ്ടേ? നോക്കാം അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചിത്ര ദേഖേം ലിഖേം. ചിത്രം നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഇവിടെ 4 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഓറഞ്ചും അതുപോലെ കരടിയും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതാനാണ് വരുന്നത്. സന്തരോം കെ സാമ്നെ കോൻ ആയ. ഓറഞ്ചിന്റെ സന്തരോം എന്ന് പറഞ്ഞാൽ ഓറഞ്ചുകൾ. ഓറഞ്ചുകളുടെ മുന്നിൽ ആരാണ് വന്നത്? ആരാ വന്നേ? ബാലു, കരടിയാണ് വന്നത്. ഓക്കെ. ചിത്ര പഹ്ചാൻ കർ വാക്യോം കോ ക്രം സേ ലിഖേം. ഈ ചിത്രത്തിനനുസരിച്ച് വാക്യങ്ങൾ ക്രമത്തിലാക്കുക. ഒന്നാമത്തെ വാക്യം എന്താണ്? ഒന്നാമത്തെ 2 ഓറഞ്ചുകൾ എന്ത് ചെയ്യണം? നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഏതാ? ഇതാണ്. ദോ സന്തരെ ഘൂംനെ നിഗലേ. രണ്ടാമത് എന്താ? ഒരു കരടി മുന്നിൽ വന്നു. ഏക് ഭാലു സാമ്നെ ആയ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത് എന്താ? കരടി ഓറഞ്ചിനെ തിന്നാൻ ഒരുങ്ങുകയാണ്. അപ്പൊ മൂന്നാമത് വരുന്ന സെന്റൻസ് ഏതാണ്? ബാലു സന്തരേക്കോ ഖാനെ വാലാ ഥാ. നാലാമത്തത് എന്താ? 2 ഓറഞ്ചുകളും ഓടിപ്പോയി. നാലാമത്തത് ദോനോ സന്തരെ ഭാഗ് ഗയേ. 2 ഓറഞ്ചുകളും ഓടിപ്പോയി. അപ്പൊ ഇതാണ് 4 വാക്യങ്ങളുടെ ക്രമം. രണ്ടാമത്തെ നോക്കാം. കവിതാംശ് പഠേ ലിഖേം. ചിടിയ ലിയേ ചോഞ്ച് മേം തിൻകാ ചലി ബനാനെ ഘർ कौन रहेगा उस घर के अंदर चिड़िया के 2 बच्चे होंगे उस घर के अंदर चिड़िया किससे घर बनाती है. പക്ഷി എന്തുപയോഗിച്ചാണ് വീടുണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തുപയോഗിച്ചാണ്? എന്തുപയോഗിച്ച് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. തിൻക എന്ന് പറഞ്ഞ എന്താ? ചുള്ളിക്കമ്പ്. തിൻകോംസേ എന്തുപയോഗിച്ചാണ്? ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ചാണ്. ഓക്കെ. ഇനി ഈ ചിത്രം നോക്കാം. ചിത്ര ദേഖേം കവിതാസേ സമാൻ ആശയ് വാലി പങ്ക്തിയാം ജോഡേം. ഇവിടുന്ന് ഈ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വരികൾ എടുത്തെഴുതുക. ഇവിടെ പക്ഷി എന്ത് ചെയ്യാണ്? ചുണ്ടിൽ കമ്പുമായിട്ട് പറന്നു വരികയാണ്. ചുള്ളിക്കമ്പുമായിട്ട് പറന്നു വരികയാണ്. അതിന് യോജിച്ച വരി ഏതാ? ചിടിയ ലിയേ ചോഞ്ച് മേം തിൻക ചലി ബനാനെ ഘർ. ഓക്കെ. രണ്ടാമത് എന്താണ്? പക്ഷിക്കുഞ്ഞുങ്ങളുടെ ചിത്രമാണ് കൂട്ടില്. അതിന് ഏതാ വരിക? അതിന് വരുന്നത് ചിടിയാ കെ 2 ബच्चे होंगे उस घर के अंदर. ഓക്കെ. അവസാനത്തെ 2 വരിയും ആദ്യത്തെ 2 വരിയും.
ടു ബി വരുന്നത് കവിതാംശ് പഠേ ലിഖേ. मेढक ठर ठर ताल लगाते, चींगूर छन छन छांच बजाते, पपीहा पी पी गीत सुनाता, मोर मगन हो नाच दिखाता, एक संगीत बड़ा सुखदाई, रिमझिम वर्षा आई. ओके, തുകാന്ത് ശബ്ദ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. മാതൃക പോലെ ഇതുപോലെ വരുന്ന എടുത്തെഴുതാനാണ്. ഉദാഹരണം മേഠക് ടർ ടർ താൽ ലഗാത്തെ, ചീങ്കു ഛൻ ഛൻ ചാഞ്ച് ബജാത്തെ. അതുപോലെ വരുന്ന ഈ രണ്ട് വരി എഴുതാം, അല്ലെങ്കിൽ ഈ രണ്ട് വരി എഴുതാം. സഹി മിലാൻ കരേം, യോജിപ്പിക്കുക, ശബ്ദങ്ങൾ ചേരുമ്പടി ചേർക്കുക. നോക്കാം, മേഠക്കിന്റെ ശബ്ദം ഏതാ? ടർ ടർ, അതിലേക്ക് വരയ്ക്കുക. ചീങ്കൂർ എന്താണ്? ചഞ്ചൻ. ഓക്കെ, ചഞ്ചനിലേക്ക് വരയ്ക്കുക. പബീഹ പി പി, അതിലോട്ടേക്ക് വരയ്ക്കുക. വർഷ റിംചിം റിംചിം. ഓക്കെ, ഇതുപോലെ മാച്ച് ചെയ്യാനായിരുന്നു ഖ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തേത് പഠേ ലിഖേം. മേരാ ഘർ സുസ്വാ നദി കെ കിനാരെ ഹേ, വഹീം ജൽ മുർഗിയോം കാ ഏക് പരിവാർ ഭി രഹ്താ ഹേ. അപ്പോ ജൽ മുർഗിയോം കാ പരിവാർ കഹാം രഹ്താ. ജൽ മുർഗിയുടെ വീട് എവിടെയെന്നാണ് ചോദിക്കുന്നത്. എവിടെയാ വരുന്നേ? നദി കെ കിനാരെ. എവിടെയായിരുന്നു? നദി കെ കിനാരെ. സഹി ക്രം പഹ്ചാനേം ഡയറി കി പൂർത്തി കരേം. ഇവിടെ ഡേറ്റ് എഴുതുക, എന്നിട്ട് ഡയറി പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഡയറി എങ്ങനെ പൂർത്തിയാക്കാം? ഇവിടെ നൽകിയിട്ടുണ്ട്, 4 സെന്റൻസ് നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് എന്താണ്? ആദ്യത്തെ സെന്റൻസ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ള സെന്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ്, ആജ് ജൽ മുർഗി കെ ചൂഞ്ച് മേരെ ഘർ മേം കുയെ കുസ് ആയേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നീർക്കോഴി കുഞ്ഞുങ്ങൾ, കുളക്കോഴിയില്ലേ, ജൽമുർഗി കെ ചൂസേ മേരെ ഘർ മേ കുസ് ആയേ, ഇന്ന് നീർക്കോഴി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ കയറിയെന്നാണ് പറയുന്നത്. രണ്ടാമത് വരുന്നപ്പോൾ ഒന്നാമത്തത് ഇതാണ് ജൽമുർഗി. രണ്ടാമത്തത് എന്താണ്? ബിലൗട്ടേ സേ ടർക്കർ ചൂസേ ഘർ കെ അന്തർ കുസ് ഗയേ. നീർക്കോഴി കുഞ്ഞുങ്ങൾ വീട്ടിൽ കയറിയപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഈ നീർക്കോഴി കുഞ്ഞുങ്ങൾ വീടിനുള്ളിലേക്ക് പോയപ്പോൾ പേടിച്ചു പോയെന്ന് പറയുവാണ്. മൂന്നാമത് എന്താണ്? മൈംനെ ചൂസോം കെ പകട്കർ ജൽമുർഗിയോം കോ ദേ ദിയാ. ഈ നീർക്കോഴി കുഞ്ഞുങ്ങളെ അമ്മയ്ക്ക് പിടിച്ചു കൊടുത്തു, അമ്മയുടെ അടുത്തേക്ക് വിട്ടു എന്നാണ്, ആ രീതിയിലാണ് പറയുന്നത് കേട്ടോ. നാലാമത് ജൽമുർഗിയോ നദി കി തരഫ് ദൗഡ് ഗേ. അവരെന്ത് ചെയ്തു? നദിയിലേക്ക് ഓടിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഓർഡർ. 4A, ഇതിൽ നിന്ന് 5 വാക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കച്വ എന്ന വേർഡ് കണ്ടെത്താൻ പറ്റും, രാത്ത് എന്ന വേർഡ് കണ്ടെത്താൻ പറ്റും, ബന്ദർ എന്ന വേർഡ് കണ്ടെത്താം, മദദ് എന്ന വേർഡ് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ മോഹർ എന്ന വേർഡ് കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറ്റുന്ന വേർഡ്സ് ആണ്. അടുത്ത് നോക്കാം. ഇതിന്റെ ഈ നൽകിയിരിക്കുന്ന ചിത്രങ്ങളുടെ നാം ലിഖേ, പേരെഴുതാനാണ്. ഒന്നാമത്തത് മേഡക്, രണ്ടാമത്തത് തിത്തലി, മൂന്നാമത്തത് മച്ചലി, നാലാമത്തത് കേകട, അഞ്ചാമത്തത് എന്താണ്? ഫൂൽ. ഓക്കെ, അപ്പോൾ ഫ്രോഗ്, ബട്ടർഫ്ലൈ, ഫിഷ്, ക്രാബ്, ഫ്ലവർ. കറക്റ്റായിട്ട് പേര് ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതായിരുന്നു 4B ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻ, സൂചന പഠേ ലിഖേം. पानी से ही फजलें उगाती हर वन उपवन फलता. ബഗീച്ച കാ സമാനാർത്ഥ ശബ്ദ ലിഖേ. ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, അതിന്റെ അർത്ഥമുള്ളത് ഉപവൻ എന്നാണ്. പാനി അമൂല്യ ഹേ, പാനിക്ക് മഹത്വ पर പോസ്റ്റർ തയ്യാർ കരേം. പാനിയുടെ മഹത്വത്തെക്കുറിച്ച്, വെള്ളത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാനാണ്. അതിനെ പറ്റിയൊരു സെന്റൻസ് ആണ് എന്താ? ജൽ ഹി ജീവൻ ഹേ, ജലം ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് പോസ്റ്റർ വാക്യമൊക്കെ കൊടുത്ത് പടമൊക്കെ വരച്ചിട്ട് വെള്ളം പാഴാക്കി കളയരുത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ തയ്യാറാക്കാം. സൂചന പഠേ ലിഖേം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ച് നൽകിയിട്ടുണ്ട്, സെന്റൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ചോദ്യമാണ്. നീലു കാ രംഗ് ക്യാ ഹേ, നീലുവിന്റെ നിറം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഭൂരേ രംഗ് കാ ഹേ, എന്താണ്? ബ്രൗൺ. നീലുവിന്റെ നിറം എന്താണ്? ബ്രൗൺ. ഭൂര ആണ് ഉത്തരം. തവിട്ട് നിറമാണ് കേട്ടോ. നീലു നദിമേ ക്യോം ജാത്താ. നീലു എന്തിനാണ് പുഴയിൽ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തിനാ? മീൻ പിടിക്കാൻ. മച്ഛലി പകടനെ.
വഹ് നദി സേ മछली പകർത്താ ഹൈ ബിലൗട്ടെ കി ആവാസ് പഹ്ചാനെ. ഇതിൽ പൂച്ചക്കുട്ടിയുടെ ശബ്ദം ഏതെന്നാണ് ചോദിക്കുന്നത്. ബിലൗട്ടയുടെ ഏതാണ് ശബ്ദം? മിയാവ് മിയാവ് ആണ് ശബ്ദം. ഓക്കെ. നമൂന ദേഖേം വാക്യ ലിഖേം. ഇവിടെ ഒരു യഹ് മച്ചലി ഹേ, ഇത് മച്ചലിയാണ്. അതുപോലെ ബില്ലിയും നദിയും ഉപയോഗിച്ചിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. യഹ് ബില്ലി ഹേ, വഹ് നദി ഹേ, ഇതൊരു പൂച്ചയാണ്, അതൊരു നദി പുഴയാണ്. ഇങ്ങനെ എഴുതാനാണ്, ഇതുപോലെ മാതൃക പോലെ എഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഹിന്ദി 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, എക്സാം ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.